സൂപ്പർ കൺവെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര ബലരാമനോട് നീ ഇങ്ങനെ കുടിച്ചു നശിക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ദാ കണ്ടില്ലേ കൃപ സംസാരിച്ചു എന്ന്. അതെങ്ങനെയാകും ഞാൻ അറിഞ്ഞെന്നാകും നീ ആലോചിക്കുന്നത്. അതൊന്നും നീ തൽക്കാലം അറിയണ്ട. എന്നോട് നീ ഇത് മറച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അറിയേണ്ടതൊക്കെ ഞാൻ അപ്പപ്പോൾ അറിയും രാമ. ഇനി ആ കുടുംബത്തെ നശിപ്പിക്കുക എന്ന എൻ്റെയും ബാലുവിൻ്റെയും പ്രതീക്ഷ ആസ്ഥാനത്താണ്. അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടോ ഒക്കെ നടക്കും അമ്മേ, അമ്മ എനിക്ക് കുറച്ച് സമയം താന്നൊക്കെ പറയാണ് ബലരാമൻ. പിന്നീട് കൃപയ്ക്ക് നീണ്ടാൻ പറ്റി എന്നൊക്കെ അറിഞ്ഞ കൺമണി വീട്ടിൽ വന്നിട്ട് അതീവ സുന്ദരിയായി അമ്പലത്തിൽ പോകാനും ഭഗവാനോട് നന്ദി പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയം ഗോകുൽ വരികയാണ്. ഗോകുൽ കൺമണിയെ കണ്ടു. ഓ, അപ്പ ഇന്ന് അതീവ സുന്ദരിയായിട്ടുണ്ട്. കൃപമേടൻ രക്ഷപ്പെട്ടു വരുന്നതിൻ്റെ സന്തോഷം മുഴുവൻ അപ്പയുടെ മുഖത്തുണ്ട്. കൃഷ്ണസാറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലേക്ക് എന്ന് കൺമണി പറഞ്ഞപ്പോൾ കൃഷ്ണസാറും വരുന്നുണ്ടോ? പൊളിച്ചു. എന്നാൽ പിന്നെ അപ്പ ഇത്ര സുന്ദരിയാകണ്ടായിരുന്നു. എന്നാൽ അപ്പയെ കണ്ട ചെക്കന്മാർ അപ്പയെ തന്നെ നോക്കും. അത് കൃഷ്ണസാറിന് ഇഷ്ടാകില്ലല്ലോ എന്ന് പറയുകയാണ് ഗോകുൽ. ആ സമയം ഈ ചെക്കനെ ഞാനിന്ന് എന്ന് പറഞ്ഞിട്ട് ഗോകുലിന്റെ ചെവിക്ക് പിടിക്കുകയാണ് കൺമണി. ഒരു രാജകുമാരിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല, അത് ഞാനിന്ന് കണ്ടു എന്നൊക്കെ ഗോകുൽ കൺമണിയോട് പറയുകയാണ്. അങ്ങനെ കൺമണി അമ്പലത്തിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധനലക്ഷ്മി എങ്ങോട്ടാടി ഒരുങ്ങിക്കെട്ടി പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു എതിർപ്പും പറയാതെ വരുണായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം. അങ്ങനെയെങ്കിലും കഴിക്കുന്നതിനുള്ള നന്ദി കാണിക്കടി. മനോജേട്ടനെ നീ ആരുമല്ലാതാക്കിയില്ലടി എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ കൺമണി അമ്പലത്തിൽ പോവുകയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് കൃപ രക്ഷപ്പെട്ടു വരുന്നതിന് നന്ദി പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുന്നുണ്ട് കൺമണി. ആ സമയം കൃഷ് വരുന്നുണ്ട്. കൃഷ് പ്രാർത്ഥിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കൺമണി. അത് കഴിഞ്ഞതിന് ശേഷം കൃഷ് കൺമണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മ വന്നപ്പോൾ ഈ ഒരാളെ അന്വേഷിച്ചു കേട്ടോ. എൻ്റെ ഭാര്യയെയാണ് അന്വേഷിച്ചതെന്ന് കൃഷ് പറഞ്ഞപ്പോൾ സാറിൻ്റെ ഭാര്യയോ എന്ന് കൺമണി ചോദിക്കുകയാണ്. ആ അതെ, എൻ്റെ ഭാര്യ കൺമണിയെ എന്ന് പറയാണ് കൃഷ്. ഇത് കേട്ടപ്പോൾ അവളാകെ നാണം കൊണ്ട് ചൂളുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്.